ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി SCERT ഫോർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററായ അന്നപദത്തിലൂടെ എന്നതാണ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പോഷണം അഥവാ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങളാണ് സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ഹരിതകം, ജലം, ലവണം എന്നിവ. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. നമുക്കറിയാം, പാത്തുമ്മയുടെ ആട് എന്ന കൃതി രചിച്ചതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. പ്രകാശ സംശ്ലേഷണം സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. മറ്റു ജീവികളെ ആശ്രയിക്കാതെ സ്വയം ആഹാരം നിർമ്മിക്കുന്ന ജീവികളാണ് സ്വപോഷികൾ അഥവാ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളാണ് പരപോഷികൾ അഥവാ ഹെറ്ററോട്രോപ്സ്. പരപോഷികൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ സാധിക്കില്ല. വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരുകളിൽ നിന്ന് ജലവും ലവണവും കണ്ടെത്തുന്ന ഒരു വൃക്ഷമാണ് ചന്ദനം അഥവാ സാൻഡൽവുഡ് ട്രീ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നവയാണ് ശവോപജീവികൾ അഥവാ സാപ്രോട്രോപ്സ്. ശവോപജീവിക്ക് ഉദാഹരണമാണ് മോണോട്രോപ്പ. ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദങ്ങൾ അഥവാ പാർഷ്യൽ പാരസൈറ്റ്. അർദ്ധപരാദങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൾ ചെടി. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാദങ്ങൾ അഥവാ ടോട്ടൽ പാരസൈറ്റ്. പൂർണ്ണപരാദങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്താളി. ജന്തുക്കളിൽ കാണപ്പെടുന്ന ബാഹ്യപരാദങ്ങൾക്ക് ഉദാഹരണമാണ് പേൻ, ചെള്ള്. ആന്തരപരാദത്തിന് ഉദാഹരണമാണ് ഫിര. ചെറുപ്രാണികളെ ആഹാരമാക്കുന്ന സസ്യങ്ങളാണ് ഇരപിഡിയൻ സസ്യങ്ങൾ, ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇരപിഡിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി, നെപ്പന്തസ്. സസ്യങ്ങളിൽ കൂടുതൽ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ് എന്നിവ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുന്ന മണ്ണിലെ ബാക്ടീരിയകളാണ് അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. മണ്ണിൽ ആസിഡിൻ്റെ അംശം കൂടുന്നതുകൊണ്ട് മണ്ണിലെ ബാക്ടീരിയകൾ നശിക്കുന്നു. മണ്ണിൽ വേണ്ടത്ര നൈട്രജൻ ഇല്ലാതെ വരുമ്പോൾ ചില സസ്യങ്ങൾ പ്രാണികളെ ആഹാരമാക്കി അവയിൽ നിന്നും നൈട്രജൻ സ്വീകരിക്കുന്നുണ്ട്. ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെയാണ്? വായിലാണ്. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം പല്ലാണ്. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി എന്ന് പറയുന്നത് ഇനാമലാണ്. ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥവും ഇനാമൽ തന്നെയാണ്. ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പല്ലുകൾക്കിടയിലെ ആഹാര അവശിഷ്ടങ്ങളിൽ നിന്ന് ബാക്ടീരിയകൾ പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത് ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ്. ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ അറിയപ്പെടുന്നത് പാൽപ്പല്ലുകൾ. മുകളിലും താഴെയുമായി 10 വീതം മൊത്തം 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്നത് 6 വയസ്സ് മുതലാണ്. മധുരമുള്ള ആഹാരവസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നുണ്ട്. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം ഉണ്ടാകുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. ഏറ്റവും അവസാനം ഉണ്ടാകുന്ന പല്ലുകളാണ് അണപ്പല്ലുകൾ. പല്ലുകളെ പ്രധാനമായും 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. 1. ഉളിപ്പല്ല് ഇൻസിസർ. മുൻവശത്ത് താഴെയും മുകളിലുമായി 8 പല്ലുകളാണ്. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. 2. കോമ്പല്ല് കനൈൻ. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. 3. അഗ്രചർവണകം പ്രീ മോളാർ. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 8 പല്ലുകളുണ്ട്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. 4. ചർവണകം മോളാർ. അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി 12 പല്ലുകളുണ്ട്. ചവച്ചരയ്ക്കാനാണ് ഇത് സഹായിക്കുന്നത്. ഇതിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ദന്തനിരയാണ്.
ഉളിപ്പല്ലും കോമ്പല്ലും അഗ്രചർവണകവും ചർവണകവും എല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവെ അറിയപ്പെടുന്നതാണ് അണപ്പല്ലുകൾ. പ്രായപൂർത്തിയായവരിൽ ആകെ കാണപ്പെടുന്ന പല്ലുകൾ 32 ആണ്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിനുള്ള പല്ലുകൾ കോമ്പല്ലുകളാണ്. വായിൽ നിന്ന് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം എത്തിച്ചേരുന്ന ഭാഗമാണ് ആമാശയം അഥവാ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. വായിൽ നിന്ന് ആഹാരം ആമാശയത്തിൽ എത്തിച്ചേരുന്നതിന് സഹായിക്കുന്ന കുഴലുകളാണ് അന്നനാളം. അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. ആമാശയ ഭിത്തിയിലൂടെ ചലനം മൂലം ആമാശയത്തിൽ വെച്ച് ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ആഹാരത്തെ രാസീയമായി ദഹിപ്പിക്കുന്നു. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്ന ഭാഗമാണ് ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ചെറുകുടലിൻ്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് 6 മീറ്ററാണ്. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ് ചെറുകുടൽ. ചെറുകുടലിനെ തുടർന്ന് കാണപ്പെടുന്ന 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ ഭാഗമാണ് വൻകുടൽ അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്ന ഭാഗവുമാണ് വൻകുടൽ. ജലത്തിൻ്റെ ആഗിരണത്തിന് ശേഷം വൻകുടലിൽ അവശേഷിക്കുന്നവ മലാശയത്തിൽ സംഭരിച്ച് മലദ്വാരം വഴി പുറത്തു പോകുന്നു. ദഹന വ്യവസ്ഥയും മദ്യപാനവും. മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണം ഉണ്ടാക്കുന്നു. ഇത് അൾസറിന് കാരണമാകുന്നു. അമിതമായ മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകുന്നു. വായ്, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാകാൻ മദ്യം കാരണമാകുന്നു. ഏകകോശ ജീവിയായ അമീബയിലെ പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളാണ് ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, വിസർജനം. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം. ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. ശാരീരിക പ്രവർത്തനങ്ങളിലൂടെ ഫലമായുണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. പോഷണ പ്രക്രിയ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. മാലിന്യം പുറത്തേക്ക്. രക്തത്തിൽ എത്തിച്ചേരുന്ന ഘടകങ്ങളാണ് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനത്വം, കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, കരളിൽ നിന്ന് യൂറിയ, ചെറുകുടലിൽ നിന്ന് പോഷക ഘടകങ്ങൾ. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസനത്തിലൂടെ പുറന്തള്ളുന്നു. രക്തത്തിൽ എത്തുന്ന യൂറിയ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഘടകമാണ്. ഇത് വൃക്കകൾ അരിച്ചു മാറ്റുന്നു. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. വൃക്കയിലേക്ക് വരുന്ന രക്തക്കുഴലിൽ രക്തവും കൂടിയ അളവിൽ യൂറിയ, ജലം, മറ്റ് ഘടകങ്ങൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു. വൃക്കയിൽ നിന്ന് പോവുന്ന രക്തക്കുഴലിൽ രക്തവും കുറഞ്ഞ അളവിൽ ജലം, യൂറിയ, മറ്റു ഘടകങ്ങൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു. ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്ക. വൃക്കയുടെ ധർമ്മം എന്ന് പറയുന്നത് രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചുമാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുക. കുട്ടികൾ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് 1.5 ലിറ്ററാണ്. മുതിർന്നവർ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് 3 ലിറ്ററാണ്. മൂത്രത്തിൽ ജലത്തിൻ്റെ അളവ് 96%. യഥാസമയം മൂത്രമൊഴിക്കാതിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, ശുചിത്വം പാലിക്കാതിരിക്കുക തുടങ്ങിയവ മൂത്രാശയ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് വിയർപ്പും മാലിന്യങ്ങളും പുറത്തേക്ക് വരുന്നത്. വിയർപ്പ്. ത്വക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം. വിസർജനം. സസ്യങ്ങൾ മാലിന്യങ്ങൾ തൊലിയിൽ സംഭരിച്ചു വെക്കുകയും അവ പിന്നീട് അടർന്നു പോകുകയും ചെയ്യുന്നു. സസ്യകാണ്ഡത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന കറകളിലൂടെ മാലിന്യങ്ങൾ പുറത്തേക്ക് കളയുന്നു. താങ്ക്